ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ബൈബിൾ ക്വിസ് എല്ലാവർക്കും അനുഗ്രഹമാണെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. പല പ്രിയപ്പെട്ടവരുടെയും കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാനായിട്ട് ഈ ബൈബിൾ ക്വിസ് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ 1 കൊരിന്ത്യർ 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: പരസംഗത്താൽ ഒരു ദിവസം വീണുപോയവർ എത്രയാണ്? ഓപ്ഷൻ എ 2000 പേർ, ഓപ്ഷൻ ബി 25 പേർ, ഓപ്ഷൻ സി 23,000 പേർ. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പരസംഗത്താൽ ഒരു ദിവസം വീണുപോയവർ എത്രയാണ്? ഓപ്ഷൻ എ 2000 പേർ, ഓപ്ഷൻ ബി 25 പേർ, ഓപ്ഷൻ സി 23,000 പേർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സഭയ്ക്ക് ഉപകാരപ്രദമായ വരം ഏതാണ്? ഓപ്ഷൻ എ അന്യഭാഷ, ഓപ്ഷൻ ബി പ്രവചനം, ഓപ്ഷൻ സി രോഗശാന്തി. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സഭയ്ക്ക് ഉപകാരപ്രദമായ വരം ഏതാണ്? ഓപ്ഷൻ എ അന്യഭാഷ, ഓപ്ഷൻ ബി പ്രവചനം, ഓപ്ഷൻ സി രോഗശാന്തി. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പൗലോസ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തൻ്റെ അവകാശം എന്തു ചെയ്തു? ഓപ്ഷൻ എ പൂർണ്ണമായി ഉപയോഗിച്ചു, ഓപ്ഷൻ ബി ഭാഗികമായി ഉപയോഗിച്ചു, ഓപ്ഷൻ സി ഉപേക്ഷിച്ചു. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പൗലോസ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തൻ്റെ അവകാശം എന്തു ചെയ്തു? ഓപ്ഷൻ എ പൂർണ്ണമായി ഉപയോഗിച്ചു, ഓപ്ഷൻ ബി ഭാഗികമായി ഉപയോഗിച്ചു, ഓപ്ഷൻ സി ഉപേക്ഷിച്ചു. നാലാമത്തെ ചോദ്യം ഇതാണ്: ആരാണ് ശപിക്കപ്പെട്ടവൻ? നാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആരാണ് ശപിക്കപ്പെട്ടവൻ? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ബുദ്ധി കൊണ്ട് എത്ര വാക്ക് പറവാനാണ് പൗലോസിന്റെ ആഗ്രഹം? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ബുദ്ധി കൊണ്ട് എത്ര വാക്ക് പറവാനാണ് പൗലോസിന്റെ ആഗ്രഹം? നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതാണ്: ഒരു വാക്യത്തിൽ കാണുന്ന വലിയതിൻ്റെ 6 ഗുണങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഒരു വാക്യത്തിൽ കാണുന്ന വലിയതിൻ്റെ 6 ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഏഴാമത്തെ ചോദ്യം ഇതാണ്: സഭയിൽ 3-ാം സ്ഥാനം ആർക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സഭയിൽ 3-ാം സ്ഥാനം ആർക്കാണ്? എട്ടാമത്തെ ചോദ്യം ഇതാണ്: സ്ത്രീകൾക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സ്ത്രീകൾക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: നല്ല ശീലങ്ങൾ നശിക്കുവാനുള്ള കാരണം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. നല്ല ശീലങ്ങൾ നശിക്കുവാനുള്ള കാരണം എന്താണ്? പത്താമത്തെ ചോദ്യം ഇതാണ്: കൂലി, ഓഹരി, ഈ അർത്ഥങ്ങൾ വരുന്ന പദം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ പദം? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കൂലി, ഓഹരി, ഈ അർത്ഥങ്ങൾ വരുന്ന ഒരു പദം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ പദം? നമ്മുടെ ഈ പാഠഭാഗത്ത് നിന്ന് തന്നെയാണ് ചോദ്യം. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് വേഗത്തിൽ തന്നെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ 1 കൊരിന്ത്യർ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആ ഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസ് കൊരിന്ത്യരോട് പ്രസംഗിച്ചത് എന്തിൻ്റെ പ്രദർശനത്തിലൂടെയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശക്തിയുടെയും ആത്മാവിൻ്റെയും 2:5. രണ്ടാമത്തെ ചോദ്യം: ആത്മീക വർധന വരുത്തുന്നത് എന്താണ്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി സ്നേഹം, 8:1. മൂന്നാമത്തെ ചോദ്യം: മനുഷ്യരെക്കാൾ ബലമേറിയത് എന്താണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിൻ്റെ ബലഹീനത, 1:25. നാലാമത്തെ ചോദ്യം: കൊരിന്ത്യരെക്കുറിച്ച് ലഭിച്ച അറിവ് എന്താണ്? ഉത്തരം ഇതാണ്. 1 കൊരിന്ത്യർ 1:11 ഇങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ പിണക്കമുണ്ടെന്നാണ് പൗലോസിന് അറിവ് കിട്ടിയത്. അഞ്ചാമത്തെ ചോദ്യം: ആരാലും വിവേചിക്കപ്പെടാത്തവൻ ആരാണ്? ഉത്തരം ഇതാണ്. ആത്മീകൻ, 1 കൊരിന്ത്യർ 2:15. ആറാമത്തെ ചോദ്യം: നല്ലതെന്ത്, ഏറെ നല്ലത് എന്താണ്? ഉത്തരം 1 കൊരിന്ത്യർ 7:38 കാണാം: അങ്ങനെ ഒരുത്തൻ തൻ്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന്, വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന്. ഏഴാമത്തെ ചോദ്യം: ദൈവം അറിയുന്നത് ആരെയാണ്?
ഉത്തരം ഇതാണ്. 1 കൊരിന്ത്യർ 8:3 കാണാം, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലും അവനെ ദൈവം അറിയുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവനെയാണ് ദൈവം അറിയുന്നത്. 8ാമത്തെ ചോദ്യം ഇതായിരുന്നു, എന്തടിസ്ഥാനത്തിലാണ് കൂലി ലഭിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം, ഓരോരുത്തന് താൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി ലഭിക്കും. 9ാമത്തെ ചോദ്യം, മൊഴി, സാമർഥ്യം അഥവാ അഴക് എന്ന് സൂചിപ്പിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? ഇതിൻ്റെ ഉത്തരം, വാക്ചാതുര്യം. 1:17. 10ാമത്തെ ചോദ്യം, നൃത്തം, നോട്ടം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഇതാണ്, കൂത്തുകാഴ്ച. 1 കൊരിന്ത്യർ 4:9. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. എല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരുപാട് വിജയികളുണ്ട്. നിങ്ങൾക്കൊക്കെ വചനം പഠിക്കുവാൻ കഴിയുന്നുവെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. ബ്രദർ അയച്ച ആൻസർ ഇതാണ്. ഇതിൽ 10ാമത്തെ ചോദ്യത്തിൽ മാനപാത്രവും അവമാനപാത്രവും കോപപാത്രവും വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഉത്തരത്തിലുള്ള കരുണാപാത്രം 9:23. ഈ ഉത്തരം 10ാമത്തെ ഉത്തരത്തിൽ വന്നിട്ടില്ല. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ ജിൻസി ജേസി, സിസ്റ്റർ ലിസ സുമൂർ, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ഡെൻസി ജോൺസൺ, സിസ്റ്റർ സാലി ജോസഫ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ രാധിക ഷൈജു, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ആശ എ. സിസ്റ്റർ ഡാലി ജയൻ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. റോമർ 1 മുതൽ 8 വരെയുള്ള അധ്യായത്തിലെ ചോദ്യങ്ങൾക്ക് 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം റോമർ 5:14 ശരിയല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ആ ചോദ്യം എന്ന് പറയുന്നത് ഒരേ വാക്കിനാൽ 2 പേരെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ള ഒരു ചോദ്യമായിരുന്നു തോന്നുന്നു. ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. എങ്കിലും സിസ്റ്റർ അയച്ച ഉത്തരം ഞാൻ ഓർക്കുന്നുണ്ട്. മരണമെന്നാണ് ഉത്തരം അയച്ചത്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഏകൻ എന്നായിരുന്നു. അതുകൊണ്ട് മരണമെന്നുള്ള ഉത്തരം പരിഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ ശോശാമ കുര്യാക്കോസ്, സിസ്റ്റർ നിഖിത. പ്രിയ പാസ്റ്ററെ ഇവിടെ വെച്ച് കാണുവാനും പരിചയപ്പെടുവാനും ദൈവം സഹായിച്ചു. ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തൊക്കുന്ന ദൈവം സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ബ്രദർ ശശി സി എ, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ എലിസബത്ത് സാം, ബ്രദർ ശശി സി എ 7ാമത്തെ ഉത്തരം 7, 8, 9 ഉത്തരം അയച്ചിട്ടുണ്ട്. ആറ് വരെയുള്ള ഉത്തരങ്ങൾ ഇവിടെ അയച്ചിട്ടുണ്ട്. ഓക്കെ. സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ റെജിമോൻ, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ അനിത ലജി, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ സാരാമ്മ ഡേവിഡ്, സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ മീഖ ഷെറി, സിസ്റ്റർ നാൻസി, സിസ്റ്റർ ജുവാന തോമസ്, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ സാറാമ്മ ജോസഫ്, സിസ്റ്റർ സീന സജി, സിസ്റ്റർ സുനിത ഷാജി, ബ്രദർ ജോർജ് തോമസ്, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ സൂസമ്മ തോമസ്, സിസ്റ്റർ റസലമ്മ ജയവല്ലി, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ ലിജി മാത്യു,
സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ ബീനാമി, ബ്രദർ മാത്യു മിലൺ, സിസ്റ്റർ അഞ്ജുമി, സിസ്റ്റർ ഷീനാജി, സിസ്റ്റർ സുമതി ഭായ്. ഇത്രയും പേരാണ് നമ്മുടെ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. ശരിയുത്തരം അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ജിൻസി ജെസി, സിസ്റ്റർ ലിസ സുമോദ്, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ രാധിക ഷൈജു, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ആശ എ, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ നിഖിത, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ എലിസബത്ത് സാം, ബ്രദർ ശശി സി എ, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ റജിമോൾ, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ അനിത സജിത്, സിസ്റ്റർ സാറാമ ഡേവിഡ്, സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, സിസ്റ്റർ റനി സാം, സിസ്റ്റർ മീഖ ഷെറിൻ, സിസ്റ്റർ നാൻസി, സിസ്റ്റർ സാറാമ ജോസഫ്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ റസലമ്മ ജയവല്ലി, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ ബീനാമി, ബ്രദർ മാത്യു മിലൺ, സിസ്റ്റർ അഞ്ജുമി, സിസ്റ്റർ സുമതി ഭായ്. ഇത്രയും പേരാണ് ശരിയുത്തരങ്ങൾ അയച്ച് വിജയികളായിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവവചനം പഠിക്കുവാനും വായിക്കുവാനും ഒക്കെ അവസരം ഈ ബൈബിൾ ക്വിസ് ഒരുക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. കാര്യം ഇന്ന് ഇത്രയും വിജയികളെ കണ്ടെത്തുവാൻ സാധിച്ചപ്പോൾ തന്നെ നിങ്ങൾ എത്രത്തോളം ദൈവവചനത്തെ അതിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വചനം പഠിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തുടർന്നും നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ. ആമേൻ.